ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ 7 മലയാളം ഡേ 44ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു ബിഗ് ബോസ് ഹൗസ് ഒരു BB ഹോട്ടലായി മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ഗസ്റ്റായിട്ട് നമ്മുടെ മുമ്പത്തെ സീസണിലുള്ള ഷിയാസും അതേപോലെ ശോഭ വിശ്വനാഥാണ് വന്നിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ശോഭ അത്യാവശ്യം നന്നായിട്ട് എല്ലാവരോടും ടാസ്കിന് എന്താ പറയുക, ശോഭയുടെ ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളും എല്ലാവർക്കും പണി കൊടുത്തിട്ടും എല്ലാം ശോഭ നിന്നിട്ടുണ്ടായിരുന്നു. ഷിയാസ് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ആക്റ്റീവ് ആയിരുന്നില്ല. ശോഭ പണി കൊടുക്കുന്നത് പോലെ ഷിയാസ് എല്ലാവരോടും അത്ര വലിയൊരു പണിയൊന്നും കൊടുത്തിട്ടില്ല. കൊടുത്തതാകെ കൂടെ അനുമോൾക്ക് മാത്രമാണ്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടത്. എല്ലാവരും നന്നായിട്ട് തന്നെ ടാസ്ക് ചെയ്തു. ശോഭ ആദ്യം തന്നെ വന്നപ്പോൾ ലക്ഷ്മിക്ക് ഒരു പണി കൊടുത്തു. ലക്ഷ്മിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും എല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. എന്താ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരെന്ന് ആതിരി നൂറയുടെയും പറഞ്ഞ ആ ഒരു ഇത് വെച്ചിട്ട് ശോഭയുടേതായിട്ടൊരു ചെറിയൊരു ഗെയിമും കാര്യങ്ങളും ഒക്കെ ലക്ഷ്മിയോട് കാട്ടിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2-3 തവണ ഇങ്ങനെ പറയുന്നുണ്ട് ലക്ഷ്മിയോട്. ലക്ഷ്മി അടുത്ത് വരുമ്പോൾ തുമ്മൽ വരുന്നു, അതേപോലെ എന്തൊക്കെയോ ചുറ്റുമുണ്ട്, പോയി കുളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് 2-3 തവണ ശോഭ ലക്ഷ്മീനെ കൊണ്ട് കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു വേണം വെച്ച് പറഞ്ഞതായിരിക്കാം. ഈ ഒരു റീസണ് ഇതായിട്ട് അഴുക്ക് മൊത്തം പോട്ടെ, പോയി കുളിച്ചിട്ട് വരൂ 2-3 തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീസണിലായിരിക്കാം മേ ബി ശോഭ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിട്ട് ലക്ഷ്മീനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. പിന്നെ നമ്മൾ വേറൊന്ന് കണ്ടത്, ഷിയാസ് ഈ പറഞ്ഞ പോലെ അനുമോളുടെ പാവ എടുത്തിട്ട് ആ പ്ലാച്ചീനെ എടുത്തിട്ട് ആ ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയുന്നതാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പ്ലാച്ചി എന്നുള്ളത് അനുമോളുടെ ഒരു 100 ഡേയ്സ് വരയ്ക്കുള്ളൊരു കണ്ടൻ്റാക്കി അനുമോൾ വെച്ചിരുന്നതാണ്. അത് ഒറ്റയടിക്ക് അത് കളയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഷിയാസ് അതിനുശേഷം പറയുന്നുണ്ട്, കാരണം ഇത് വേറെ എന്തോ നന്നായി ഗെയിം കളിക്കാം, ഈ ഒരു ഇത് വെച്ചിട്ട് ഗെയിം വഴിതിരിച്ച് വിടരുത്, നന്നായി ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഷിയാസ് ആ ഒരു ഇതിലാണ് ചെയ്തത്. പിന്നെ അപ്പോഴേക്കും അനുമോൾ ഭയങ്കര കരച്ചിലായി. അതിനെ പോയതിന് ശേഷം ആ പ്ലാച്ചിനെടുത്ത് കളയതിന് ശേഷം കുറച്ചൊരു സെൻറ്റിയായി കരച്ചിലായി, അങ്ങനെ ആകതായി സീനാക്കി. അപ്പോൾ അനുമോളുടെ സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊരു 100 ഡേയ്സിലുള്ളൊരു കണ്ടൻറ്റാണ്. ആ കണ്ടൻറ്റ് പോയതിൻ്റെ ഒരു സങ്കടം പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും നാൾ അതൊരു കണ്ടൻറ്റ് ആക്കിയിട്ടാണ് അനുമോൾ കളിച്ചിരുന്നത്. അതിനെ വെച്ചിട്ട് ശാപം പറയുക, മന്ത്രം പോലെ ജപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അനുമോൾ. ഇനിയിപ്പോൾ അതൊന്നും എന്തായാലും നടക്കില്ല. അപ്പോൾ അതാണ് നമ്മളൊന്ന് കണ്ടത്. പിന്നെ നമ്മൾ വേറെ കണ്ടിരുന്നത്, എന്താണെങ്കിലും അത് ചെയ്തത് നന്നായി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു, ആ പ്ലാച്ചിനെ എടുത്തിട്ട് വെളി കളഞ്ഞത്. കാരണം അല്ലെങ്കിൽ അതിനെ വെച്ചിട്ട് ആ വീട്ടുകാർ അതിനെ എവിടെയെങ്കിലും കൊണ്ടുവിടും. ഇതിപ്പോൾ ഷിയാസ് ചെയ്തത് കാരണം അനുമോൾക്കൊന്നും പറയാൻ പറ്റില്ല. ഹൗസ് മേറ്റ്സിലുള്ള വേറെ ആരെങ്കിലും ചെയ്തതാണെങ്കിലും ഇപ്പം അത്രയും അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സീനിൽ അത് അവിടെ തീരില്ല. അതിങ്ങനെ ഡ്രാഗ് ചെയ്ത് വലിച്ച് വലിയൊരു ഇഷ്യൂ ആക്കിയാണ് അവിടെ. പിന്നെ നമ്മൾ കണ്ടത് ഈ പറഞ്ഞ പോലെ ശോഭ എല്ലാവർക്കും പണി കൊടുക്കുന്നതിൽ അനീഷിനും കൊടുത്തിരുന്നു. പക്ഷെ അതൊരു പണിയായിട്ട് തോന്നിയില്ല. കാരണം ജിസേലിനോട് മേക്കപ്പ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിനും. അതേപോലെ അനുമോൾക്കൊരു യക്ഷിയുടെ ഒരു മേക്കപ്പ് ഇടണം എന്ന് പറഞ്ഞിരുന്നു. അത് വേണം വെച്ച് പറഞ്ഞ പോലെ എനിക്ക് തോന്നി അനുമോൾ യക്ഷിയാക്കിയത്. ഇനിയിപ്പം ഈ ഇത് വെച്ചിട്ട് അനുമോൾക്ക് അതും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഗസ്റ്റിൻ്റെ ഒരു ഓർഡറാണ്. അത് വെച്ചിട്ടാണ് ജിസേൽ അനുമോൾ യക്ഷിയാക്കിയത്. അല്ലെങ്കിൽ അനുമോൾ ആ വീട് ഈ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് പൊളിച്ചടക്കിയാണ്, ഇഷ്യൂസും കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട്. അപ്പോൾ അതായിരുന്നു വേറൊന്ന്. പിന്നെ അനീഷ ആ സമയത്തൊന്നും പറഞ്ഞില്ല, മേക്കപ്പ് ഇട്ടു, റാമ്പ് വാക്ക് ചെയ്തു ശോഭയോടൊപ്പം. പക്ഷെ ആ സമയത്തൊന്നും അനീഷൊന്നും പറഞ്ഞില്ല. അതിന് ശേഷമാണ് അനീഷ് ട്രിഗർ ചെയ്തിട്ട് ഇങ്ങനെ എന്നെ ഒരു കോമാളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കി. പിന്നെ കോയിൻ കിട്ടാത്ത ആ ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കാം അവിടെ കുത്തിയിരിപ്പ് സമരം പോലെ നടത്തി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇന്നലത്തെ എപ്പിസോഡിൽ. മൊത്തത്തിൽ ഇവർ വന്നത് കാരണം ഇപ്പോൾ ശോഭയാണെങ്കിലും ഷിയാസ് ആണെങ്കിലും വന്നതിന് ശേഷം ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇന്നലെ അത്രയും ഒരു ആക്റ്റീവ് ആവാത്തത് സാബുമാൻ ആയിരിക്കും. കാരണം സാബുമാൻ കുറച്ചും കൂടെ നല്ലൊരു റോള് കൊടുക്കാമായിരുന്നു. ഇതിപ്പോൾ സാബുമാനെ ചെറിയൊരു ഇത് കൊടുത്തിട്ട് ഒതുക്കിയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൾക്ക് എത്രയാണെങ്കിലും അതൊരു ഇതാണ്, സ്റ്റാറ്റ്യൂ ആണ്. അപ്പോൾ അതിന് പെർഫോം ചെയ്യണതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ വീട്ടിനകത്ത് വേറെ എന്തെങ്കിലും ഒരു റോളാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒട്ടും പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ സാബുമാന് ഒട്ടും ആക്റ്റീവ് അല്ല. പക്ഷെ എന്നിട്ട് പോലും ഒരു കോയിൻ കിട്ടി സാബുമാന്. കാരണം ആ വെയിലത്താണ് നിൽക്കുന്നതിൽ ഒട്ടും കോയിൻ കിട്ടാത്ത എനിക്ക് തോന്നുന്നു റണ ഫാത്തിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 1-2 പേർക്ക്, ബിന്നിക്കും കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല നേരെ. അപ്പോൾ എന്താണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടി. ജിസയിൽ 2-3 മറ്റോ കിട്ടിയിട്ടുണ്ട്. അതേപോലെ അനീഷിന് കിട്ടിയിട്ടുണ്ട്, ഷാനവാസിന് കിട്ടിയിട്ടുണ്ട്,
അക്ബറിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള ഒരു ഇതില്ല. കാരണം എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും ചില ആൾക്കാർക്ക് ചില റോള് നന്നായി ചെയ്യാൻ പറ്റും. ഇപ്പോൾ അനുമോളാണെങ്കിൽ ഫുൾ ടൈം ഇവരുടെ പിന്നാലെ നടക്കുകയാണ്, എന്ത് വേണമെന്ന് ചോദിച്ചിട്ട്. അതിൽ ലക്ഷ്മി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാത്റൂം ടീമിലുള്ള ആൾക്കാർ നന്നായി ചെയ്തിട്ടുണ്ട് ക്ലീനിങ്ങിനായിട്ട്. പിന്നെ ഒനിയിൽ അതേപോലെ ജിഷിൻ ഇവർ കുക്കിങ്ങിൻ്റെ ഇതൊന്നും നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും മൊത്തത്തിൽ നന്നായി കൊള്ളാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ റിയാസ് കയറുന്നുണ്ട്. റിയാസ് കയറി കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മിയുടെ കാര്യം പറയണ്ട. കാരണം ലക്ഷ്മിക്ക് ഇട്ടൊരു ഇതും കൊടുക്കുന്നുണ്ട് റിയാസ് ലൈവിൽ. കാരണം ഇവർ വന്നപ്പോൾ തന്നെ ലക്ഷ്മി ഒന്ന് ഒതുങ്ങി. ഇപ്പോൾ റിയാസും കൂടെ വന്ന് കമൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി കുറച്ചും കൂടെ ഇതാവും. അപ്പോൾ എന്താണെങ്കിലും കാരണം ഇപ്പോൾ ശോഭയും ഷിയാസും പോലെയല്ല റിയാസിൻ്റെ ആ ഒരു പെർഫോമൻസ്, ആ ഒരു ടാസ്കും എല്ലാം കുറച്ചും കൂടെ ഡിഫറെൻ്റാണ്. ആ ഒരു എന്താ പറയുക, ബിഹേവിയർ ആണെങ്കിലും ടോക്കിംഗ് സ്റ്റൈൽ എല്ലാം കുറച്ചൊരു ഇതാണ്. പിന്നെ എസ്പെഷ്യലി ഈ ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്നത് കാരണം തന്നെ ലക്ഷ്മി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതുകൊണ്ട് ലക്ഷ്മിനെ നന്നായി ടാർഗറ്റ് ചെയ്യാനും ലക്ഷ്മിക്ക് കുറച്ച് പണി കൊടുക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ എൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.